ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന കമലഹാസൻ നായകനെത്തിയ ഇന്ത്യൻ 2 എന്ന സിനിമയുടെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ, കേരള കളക്ഷൻ, ഒപ്പം തന്നെ സിനിമ തിയേറ്ററുകളിൽ വിജയിക്കണമെങ്കിൽ എത്ര കോടി നേടിയെടുക്കണം തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ 2 എന്ന സിനിമയ്ക്ക് 4-ാം ദിവസം തിയേറ്ററുകളിലെ ലോകമെമ്പാടും വൻ ദുരന്ത ദിവസമായിട്ട് മാറിയിരിക്കുകയാണ്. ഞായറാഴ്ച 30 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്നലെ 5 കോടി രൂപ പോലും വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 4 കോടി മാത്രമാണ് ഇന്നലത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്. അങ്ങനെ സിനിമ 119 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളൂ. സിനിമ തിയേറ്ററുകളിലെ വൻ ദുരന്തമാകുമെന്ന് ഉറപ്പാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നേരത്തെ തന്നെ സിനിമ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് നേടിയെടുത്തതാണ്. ഗോകുല മൂവീസ് 8 കോടിക്ക് കേരളത്തിലേക്ക് കൊണ്ടുവന്ന സിനിമ 4 കോടി 40 ലക്ഷത്തിലേക്ക് 4 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിട്ടുള്ളൂ. സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് പോലും 8 കോടിയിലേക്ക് എത്തപ്പെട്ടില്ല എന്ന നിലവിൽ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ റൈറ്റ്സ് ബിസിനസ് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ 172 കോടി രൂപയ്ക്ക് മുകളിലെ തുകയ്ക്കാണ് സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ ബിസിനസ് നടന്നിരിക്കുന്നത്. അപ്പോൾ സിനിമ തിയേറ്ററുകളിൽ വിജയിക്കണമെങ്കിൽ 170 കോടി രൂപയ്ക്ക് മുകളിൽ ഷെയർ കളക്ഷൻ നേടിയെടുക്കണം. അത്രയും നേടണമെങ്കിൽ 350 കോടിയോളം രൂപ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും നേടിയെടുക്കണം. അപ്പോൾ അതിലേക്ക് സിനിമ എത്തപ്പെടില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമ ഷെയറായിട്ട് നേടിയെടുക്കേണ്ട 170 കോടിയിലേക്ക് പോലും നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫൈനൽ ഗ്രോസ് കളക്ഷനായിട്ട് പോലും എത്തപ്പെടാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയുടെ നിർമ്മാതാവ് ഇതിനോടൊപ്പം തന്നെ 2ാം ഭാഗം നിർമ്മിച്ചതിൽ സേഫാണ്. അതേസമയം സിനിമ തിയേറ്ററുകളിൽ വിതരണം ചെയ്ത സകല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും വലിയ പണി തന്നെ കിട്ടിയിരിക്കുന്നു എന്ന് സംശയം പറയാം. ഇന്ത്യൻ 3 എന്ന സിനിമയുടെ ബിസിനസ്സിനെ അത് നല്ല രീതിയിൽ ബാധിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു നഷ്ടം സിനിമ കൊണ്ടുവന്ന ഓരോ മേഖലകളിലുമുണ്ട്. കേരളത്തിൽ പോലും 8 കോടി എന്ന ഭീമമായ തുകയ്ക്കാണ് സിനിമ കൊണ്ടുവന്നത്. അതിലേക്ക് സിനിമ ഷെയർ കളക്ഷനായിട്ട് എത്തപ്പെടണമെങ്കിൽ 25 കോടി കേരളത്തിൽ മാത്രം സിനിമ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഇന്ത്യൻ 2 എന്ന സിനിമ വലിയൊരു പരാജയം നേടിയെടുക്കുമ്പോൾ ശങ്കറിനെയും കമലഹാസനെയും സംബന്ധിച്ച് അതൊരു വലിയൊരു കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം വമ്പൻ പ്രൊമോഷനാണ് സിനിമയ്ക്ക് വേണ്ടി ഓരോ സംസ്ഥാനങ്ങളിലും വിവിധ രാജ്യങ്ങളിലെല്ലാം തന്നെ നടത്തിയത്. കാത്തിരിക്കാം ഇന്ത്യൻ 2 എന്ന സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടാം.